ഫസ്റ്റ് നീ ഒളിച്ചിരുന്ന് സംസാരിച്ച് വോയിസ് ഇടാതെ നീ ഫസ്റ്റ് നിന്റെ ഫേസ് പുറം ലോകത്തെ കാണിക്ക്. അല്ലെങ്കിൽ ഇതുപോലത്തെ കമന്റ് ഇടുമ്പോ നാളെ നിന്റെ ഫേസ് പുറം ലോകം ഞാനായിട്ട് വീഡിയോ എടുത്ത് കാണിക്കേണ്ട ഗതി നീ വരുത്തി വെക്കരുത്. ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? റാഹത്താണോ? കമന്റ് ചെയ്യാട്ടോ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നതേ, ഞാനിവിടെ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സൗജിത്ത്. ഞാൻ ഈ ഷാജിദയുടെ ഭർത്താവ് കബീറിൻ്റെ അമ്മായിയുടെ മോളാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷാജിദയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കൈകൊണ്ടല്ലെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞു കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ പബ്ലിക്കായി പറയാൻ ഇതുവരെ ആഗ്രഹിച്ചതല്ല. ആരിഫ ഇപ്പോൾ എന്നെ 2-3 ദിവസമായി, കുറച്ച് ദിവസമായി സുഫി സഫർ മീഡിയ എന്ന മീഡിയയുടെ അഡ്മിൻ എന്നെ വല്ലാതെ ഹരാസ്മെൻറ്റ് ചെയ്യുന്നു. എവിടെയെങ്കിലും ഞാൻ ഒരു കമൻ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ വന്ന് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ 11-11:15 വരെ സുധീഷ് ബ്ലോഗിൽ കമൻറ്റ് ചെയ്തിരുന്നു. ഞാൻ മാന്യമായി തന്നെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ കമൻ്റ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഈ ആഷിഖിൻ്റെ ഫേക്ക് ഐ ഡിയും ഷാജിദയുടെ ഫേക്ക് ഐ ഡിയും കൂടി എന്നെ വല്ലാതെ വേട്ടയാടുക. ഉടനെ ആ കമൻറ്റ് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് തെറി പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ കമൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ കിടക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ആഷിഖ് ഇന്നലെ കോൾ ചെയ്തു, മിനിഞ്ഞാന്ന് കോൾ ചെയ്തു. 2-3 ദിവസമായി ആഷിഖ് കോൾ ചെയ്യുന്നുണ്ട്. ആഷിഖ് ഒരു വീഡിയോ ഏകദേശം ഒരു 3-4 മാസം മുമ്പ് ഷാജിദയെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാജിദയുടെ രഹസ്യ കാമുകനാണോ ഷാജിദയ്ക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസം. ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോയിൽ പറയുന്നത് മലപ്പുറം ആരിഫ ഇത്ത എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. ഇതിൽ പറയുന്ന സുധീസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനൽ എൻ്റെതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാജിദാനെ പറ്റിയിട്ട് തന്നെ വീണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 11:30 ആ ടൈമൊക്കെ ആവുന്ന സമയത്ത് ഈ ഷാജിദാക്ക് ഇപ്പം സപ്പോർട്ടായിട്ട് നടക്കുന്ന സുഫി സഫർ മീഡിയ, അതായത് ഇപ്പോൾ സുഫി സഫർ മലയാളം എന്നാക്കിയിട്ടുണ്ട് ചാനലിനായി, അയാളും കൂടിയിട്ട് ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് എൻ്റെ ആ ചാനലിൽ ഉണ്ടായിരുന്ന വീഡിയോസിന് കമൻ്റ് ഇട്ടു. കമൻ്റ് ഇടുക എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള വേർഡുകൾ. ഈ സൗജത്ത് എന്ന് പറയുന്ന ഇത്ത എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഇത്താക്ക് ആണ് ഫസ്റ്റ് മറുപടി ഇവർ കൊടുക്കുന്നത്. അതിന് സ്പോട്ടായിട്ട് നമ്മളും കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ മൊത്തം കച്ചറ വേർഡുകളാണ് അതിലൂടെ സ്പ്രെഡ് ചെയ്ത് വിട്ടത്. സത്യം പറഞ്ഞാൽ മൊട്ടൻ തെറി വരെ അതിൽ വിളിച്ചു അവരിങ്ങട്. പക്ഷേ ആ തെറി, എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ ഇതുവരെയും അങ്ങനെ തെറിയോ ബാഡ് കമൻറ്റോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഷാജിദയുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഫുള്ള് അങ്ങനത്തെ കമൻസ് ആണ് വരുന്നത്. പക്ഷേ ഇത്തരം ഒരു തെറി ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു തെറി വന്നപ്പോൾ എനിക്കത് കണ്ടിട്ട് അങ്ങോട്ട് ദഹിച്ചില്ല. പക്ഷെ അത് അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാനാണത് ഡിലീറ്റ് ചെയ്തത്. എന്നിട്ട് പിന്നെ അവർ ഇട്ട കമൻസുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ പിറ്റേന്ന് ഞാൻ ഇതിനെതിരെ അയാളൊരു വേർഡ് പറഞ്ഞു. ആ വേർഡ് അതിനെതിരെ എന്നോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടപ്പോൾ അയാൾ ആ പറഞ്ഞ കമന്റും ഡിലീറ്റ് ചെയ്തു. ആ കമന്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കാം. അയാൾ ഇട്ട കമന്റ്സുകളെല്ലാം, അയാളും അവളും കൂടി ഇട്ട കമന്റ്സുകളെല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അവരിട്ട കമൻസുകൾ. ഇതിൽ എനിക്ക് ഹർട്ടായിട്ടുള്ള കമൻസ് ഒന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തോ ഡാഷ് മോളെ എന്നാണ് വിളിച്ചത്, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഒരാൾ എന്നെ അങ്ങനെ ചീത്ത വിളിക്കുന്നതൊന്നും എനിക്ക് കമൻസിൽ കൂടിയായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ അറിയാത്ത ഒരാളാണ്. നിങ്ങൾക്ക് എന്നെ അറിയോ? അറിയത്തില്ല. പിന്നെ എന്തിനെന്നെ ചീത്ത വിളിച്ചു?
ഞാൻ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്താൽ താൻ വന്നിട്ട് എന്നോട് മാപ്പ് പറയേണ്ടി വരും. ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇയാൾ മെയിനായിട്ട് എന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നതിന് മെയിനായിട്ടൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയാം. ആ കാരണം കൊണ്ടാണ് ഇയാൾ ഇങ്ങനെ വന്നിട്ട് കമൻ്റ് ഇടുന്നത്. ഇയാള് ഞാനിടുന്ന വീഡിയോസിന്റെ താഴേക്ക് വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നതിന്റെ കാര്യം എന്തെന്നറിയോ? ഈ നാദിർഷ എന്ന് പറയുന്ന ആള്, ഞാൻ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചു പേരെങ്കിലും അത് കണ്ടു കാണും, പിന്നെ പ്രൈവറ്റ് ആക്കി വെച്ചേക്കുവാണ്. ഈ നാദിർഷ എന്ന വ്യക്തിക്ക് ഈ ഷാജിദ എന്ന ആൾക്ക് കൊടുക്കാനുള്ള കുറെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചോദിച്ചല്ലോ. അത് എങ്ങനെയോ ഇയാളുടെ കയ്യിലെത്തി. ഇയാള് ഈ സുഫി സഫർ മീഡിയ വീഡിയോ ചെയ്യാന്നും പറഞ്ഞിട്ട് ഏറ്റ് വോയിസും കാര്യങ്ങളൊക്കെ വിട്ടു. അയാളെ കയ്യിൽ കിട്ടി, ഈ സുഫി സഫറിന്റെ കയ്യിൽ കിട്ടി. സുഫി സഫർ വീഡിയോ ചെയ്യാന്നും പറഞ്ഞു. എന്നിട്ട് ഷാജിദയുടെ നമ്പർ വാങ്ങിയിട്ട് പോയി ഷാജിദാക്ക് മെസ്സേജ് അയച്ചിട്ട് ഷാജിദായോട് പോയി പറഞ്ഞു. അപ്പോ അവിടെ നിന്ന് വേറെ എന്തൊക്കെയോ കിട്ടി. അതുകൊണ്ടാണ് ഇങ്ങനെ ഷാജിദായെ വെളുപ്പിക്കുന്നത്. അതിന് പ്രൂഫ് വേണമെന്നുണ്ടോ? എന്നാതെ ഇത് കേട്ടോക്കെ. ഇത് മാത്രല്ല, ഇതുപോലെ ഒരുപാട് വോയിസ് ഉണ്ട്, കേട്ടോക്ക്. അത് ഞാൻ ചെയ്യാം, ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ നമുക്ക് ചെറിയൊരു ജോലിയിലാണ്. എന്തായാലും രാത്രി ആകുമ്പോഴത്തേനും ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ചെയ്യും. തെളിവായി. പക്ഷെ ഓനെന്ന് പറഞ്ഞ ആരാന്നുള്ളത് വ്യക്തമാക്കണം എന്തെങ്കിലും ഉണ്ടാ? ഓനെന്ന് പറഞ്ഞ ഞാനിപ്പോ ഇതിൽ നിങ്ങളെനിക്ക് വീഡിയോസോ വോയിസോ അയക്കാതെ നിങ്ങളെനിക്ക് വിളിച്ച് ഒരു റൌഫ് എന്ന് പറഞ്ഞ സുഹൃത്ത് എനിക്ക് വിളിച്ചിട്ട് സാജിദ ഇങ്ങനെയൊക്കെ ചെയ്ത് ആ മഹർ എൻ്റെതാണ്, ഞാൻ കൊടുത്തതാണ്, എന്നിട്ട് അവൾ എന്നെ പറ്റിച്ച് എൻ്റെ അടുത്ത് കുറെ കാശും പറ്റിച്ച്, എന്നിട്ടിപ്പോൾ അവൾ മറ്റൊരാളുമായിട്ടാണ് ബന്ധത്തിൽ, മറ്റൊരാളുമായിട്ടാണ് ഇപ്പോൾ വയനാട് പോയത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വീഡിയോ അങ്ങനല്ലേ ഞാൻ ചെയ്യേണ്ടത്? ഞാനിപ്പോ സാജിദാക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സാജിദ ഞാൻ എൻ്റെ നിക്കാഹ് കഴിഞ്ഞതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ 1-2 ആൾക്കാർ എനിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ ഏതൊരു റൌഫിന്റെ ഒരു കഥ പറയുന്നുണ്ട്, അതിലെന്താ സത്യാവസ്ഥ എന്ന് ചോദിച്ചപ്പോ അവൾ എന്നോട് പറയാണ് അത് സത്യമല്ല, അങ്ങനെ സംഭവം തന്നെ ഇല്ല, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാനാണെങ്കിൽ ഞാൻ നിങ്ങളെ ചാനൽ പൂട്ടിക്കുന്നു. അങ്ങനെ കാണണമല്ലോ നമുക്ക് അവള് പൂട്ടിക്കണേ. അപ്പോൾ ഞാൻ വീഡിയോ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. കാരണം ഞാൻ മൊത്തത്തിലൊന്ന് പൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറെ കാലമായി കാത്തു നിൽക്കുന്നു. ആയിക്കോട്ടെ. ഓള് എന്ത് മനുഷ്യത്തിയാണല്ലേ. ഓളാ റൌഫിനെല്ലാം ഏറെ കാശും അത് ആ ചങ്ങായി എടുത്തു കൊടുത്ത മഹറാണല്ലോ അവളിപ്പോ കൗത്തിയിട്ടാണ് വേറൊരാള് എന്നാന്ന് പറഞ്ഞത്. അതാണ് വയനാട് കറങ്ങാൻ പോയത് പുതിയ കാമുകന്റെ കൂടെ. ഇവിടെ ആള് തിരക്കേടില്ല അല്ലേ? വഞ്ചിക്കപ്പോ വിടാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ. നിങ്ങൾ ഇപ്പൊ തന്ന വീഡിയോയും വോയിസ് ഒക്കെ ധാരാളം മതിയാവും. നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവാനും പിന്നെ അവള് നിങ്ങളെ ചീറ്റ് ചെയ്ത് വീണിച്ച കാശൊക്കെ തിരിച്ചു തരാനും. അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ അതിന് മുമ്പ് ഷാജിദായെ ചെയ്യണമെങ്കിൽ വലിച്ചു നിങ്ങൾ കീറി അങ്ങനെ പറഞ്ഞു, ഒട്ടിക്കാം നമുക്ക് എന്നും ചെയ്യാനുള്ള കുഴപ്പമില്ല. പറഞ്ഞുകൊണ്ടാണ് വീഡിയോസ് അവൾക്കെതിരെ ചെയ്യാന്നും പറഞ്ഞിട്ട് ഇവരെ മുന്നിൽ എത്തുന്നത്. എന്നിട്ട് അവരിൽ നിന്നും കിട്ടുന്ന വോയിസ് എല്ലാം കൂടെ മേടിച്ചിട്ട് മറ്റൊരാൾക്ക് കൊണ്ട് കൊടുക്കുക. ഇതാണ് ഇയാളെ പരിപാടി. ഇയാള് പല ആളുകൾക്കും ആ വോയിസ് കൈമാറി കഴിഞ്ഞു, പല ആൾക്കാരിലും അത് എത്തിക്കഴിഞ്ഞു. അവര് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സാധനം വീഡിയോ ചെയ്യാം, ഷാജിദാക്കെതിരെ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ കൊടുത്തത്. എന്നിട്ട് ആ വോയിസ് പലർക്കും ഇയാള് കൊണ്ടുപോയി സ്പ്രെഡ് ചെയ്തു. പല യൂട്യൂബർമാരെ കയ്യിലും അതുണ്ട്. ദീനിന്റെ അവബോധം ഉണർത്തുന്ന ഒരു ചാനലായിട്ടാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടില് ഖുർആനികപരമായ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ചാനലായിട്ടാണ് അത് കാണിക്കുന്നത്. ഇയാള് പിന്നെ എനിക്ക് കമന്റ് ഇടാറുണ്ട്, നീ എന്തിനിങ്ങനെ മുഖം പുറം ലോകത്ത് കാണിച്ചുകൊണ്ട് നീ വീഡിയോ ചെയ്യുന്നു, നീ നാളെ നരകത്തിലാണ്. അല്ല, നീ ചെയ്യുന്നത് നരകവും സ്വർഗവും നിനക്കില്ലേ? നീ ചെയ്യുന്നത് ശരിയാ? നീ ഇപ്പോ ഒരു സ്ത്രീയെ കണ്ണീരിങ്ങനെ ഇതാക്കുന്നത് അത് ശരിയാ? നീ വേറൊരു സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പെണ്ണുങ്ങളെ തെറി വിളിക്കണോ? അത് നിനക്ക് നീ ഏത് ദീനിൽ നിന്ന് പഠിച്ചത്? നീ ഏത് ദീനിൽ പഠിച്ചു?
നീ ഭയങ്കര വീരവാദം വിടുന്നുണ്ടല്ലോ. മുഖം കാണിക്കുന്നു, അതിടുന്നു ഇതിടുന്നു. നിനക്കതിന് അനുവാദം ഉണ്ടോ പറയാൻ? നിനക്കതിന് അനുവാദമില്ല. ആ വേർഡ് പറയാൻ നിനക്ക് അനുവാദം ഇല്ല. ഫസ്റ്റ് നീ നല്ല ആളായിരിക്കണം, എന്നിട്ട് നീ പറയാ. നീ ഫേക്കാണ്. നിനക്ക് എത്ര ഫേക്ക് ഐ ഡി ഉണ്ടെന്ന് വെച്ചാൽ അറിയത്തില്ല. ഏതെല്ലാം ഫേക്ക് ഐ ഡി എന്നാണ് വന്നിട്ട് മെസ്സേജ് ഇടുന്നത്. അതും അത്രത്തോളം കച്ചറയായിട്ടുള്ള വേർഡുകൾ. നീ അത്രക്കാരനായിരിക്കും, അതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്. അത് നമ്മളെ പറയണ്ട, സ്ത്രീകളായ നമ്മളെ പറയാൻ നിൽക്കണ്ട. അത് നിനക്ക് നല്ലതിനല്ല. ഓക്കെ, നീ അവളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് വെളുപ്പിച്ച് നടക്ക്, അല്ലാണ്ട് നമ്മളെ കുത്താൻ നിൽക്കണ്ട. ഓക്കെ, ഫസ്റ്റ് നീ ഒളിച്ചിരുന്ന് സംസാരിച്ച് വോയിസ് ഇടാതെ നീ ഫസ്റ്റ് നിന്റെ ഫേസ് പുറം ലോകത്തെ കാണിക്ക്. അല്ലെങ്കിൽ ഇതുപോലത്തെ കമന്റ് ഇടുമ്പോ നാളെ നിന്റെ ഫേസ് പുറം ലോകം ഞാനായിട്ട് വീഡിയോ എടുത്ത് കാണിക്കേണ്ട ഗതി നീ വരുത്തി വെക്കരുത്. ഓക്കെ, നീ എനിക്കിട്ടൊരു കമന്റ് ഉണ്ട്, ആ കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം. നീ കണ്ടോ ഈ സംഭവം? നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ട് നീ ഈ ഒരു വേർഡ് തന്നെ പറഞ്ഞേ? അതിൽ നിനക്ക് ഈ ദീനും ഖുറാനൊന്നും ഇല്ലേ? നിന്നെ ഏത് മദ്രസയിൽ ഉസ്താദാണ് പഠിപ്പിച്ചത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ? നിനക്ക് ഇങ്ങനെ പറയണം, ഇങ്ങനെ പെണ്ണുങ്ങളെ പറഞ്ഞാലേ ഇതാവും എന്നൊക്കെ നിന്നെ ഏത് മദ്രസയിൽ ഉസ്താദാ പഠിപ്പിച്ചേ? നീ ഭയങ്കര ദീനും ഇതൊക്കെ പറയുന്നു. മുഖം മറച്ച സ്ത്രീകൾ നല്ലവളെന്നാണോ പറയുന്നേ? മുഖം മറച്ച സ്ത്രീകൾ നല്ലവൾ, ബാക്കിയുള്ളവരൊക്കെ മോശപ്പെട്ടവർ. അങ്ങനെ ഒന്നുമില്ല. പടച്ചു നോക്കുന്നത് മനസ്സ്, ഹൃദയമാണ്, അല്ലാണ്ട് വേറെ ഡ്രസ്സിങ് രീതിയോ ഒന്നുമല്ല. ഹൃദയത്തിലേക്കാണ് നോട്ടം. മറച്ചാൽ മാത്രമേ അങ്ങനാവും ഇങ്ങനാവും. എന്തുവാടേ? ഫസ്റ്റ് സ്വന്തമായിട്ട് ഫേസ് പുറം ലോകം കാണിക്ക്, എന്നിട്ട് വീഡിയോ ചെയ്യ്. ഇതിലും വന്ന് അവൻ കമന്റ് ഇടും. ഇതിലും പല ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് അവൻ നല്ല വർത്താനവും പറയും, അതിൻ്റെ അടിയിൽ വന്നിട്ട് അവൻ ആ ആളിനെ പറ്റിയിട്ട് മോശവും പറയും. അതാണ് അവൻ്റെ സ്ഥിര പരിപാടി, മെയിൻ പരിപാടി. അപ്പം മുന്നേയും എനിക്ക് കമന്റ് ഇടും. ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തതിൽ വരെ അവൻ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ വിട്ടതാ, പോട്ടെ. പക്ഷേ നീ ഈ പറഞ്ഞ കുറെ വേർഡുകളുണ്ടല്ലോ, അത് നീ ഒരു സ്ത്രീയും പറയാൻ പാടില്ല. നീ ഒരമ്മയുടെ വയറിൽ ഉണ്ടായതാണെങ്കിലേ നീ ഒരു പെണ്ണുങ്ങളെ നീ പറയരുത്. നീ ദീനും ഖുർആനും ഒക്കെ നീ ഇവിടെ വന്നിരുന്ന് പുലമ്പുമ്പോ ഇതുകൂടി ശ്രദ്ധിക്കണം. എല്ലാ പെണ്ണുങ്ങളെ നിനക്ക് എന്തും പറയാമെന്നില്ല. അതൊരു ഖുർആനിലും നീ പഠിച്ചിട്ട് ഇല്ലേ? നിനക്കിതൊന്നും നല്ലതിനല്ല. നീ ഇപ്പോ ഞാൻ ലാസ്റ്റ് ആരിഫൈത്താൻ്റെ ഇതിൽ കമന്റ് ഇട്ടപ്പോ നീ കുടുങ്ങാൻ പോകുന്നു. ആരാ കുടുങ്ങുന്നതെന്ന് കാണാം നമുക്ക്. ഓരോന്നായിട്ട് തെളിവുകൾ പുറത്തു വരുക, ഓരോ സത്യങ്ങൾ പുറത്തു വരും. നീ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഷാജിദാക്ക് കുഴപ്പത്തിനാ. അത്രേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഇച്ചിരി കലിപ്പിലാണ് കേട്ടോ. എനിക്ക് അവനോട് കലിപ്പ് തീരുന്നില്ല. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ.